Rahul Gandhi, Shri K.C. Venugopal ji, Shri V.D. Satishan ji, Shri Muralidharan ji, Shri Siddiqui ji, Shri Praveen Kumar ji, Shri Cheria Mohammed ji, Shri Qasim ji, Shri A.P. Anil Kumar ji. I welcome all of you to this meeting. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കളെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And first of all, I thank all of you from the deepest place in my heart for bringing me here today and for making me your member of parliament. ആദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. As you know, and I said in my very first speech here, it has been 35 years since I have been campaigning for elections. This is the first election I stood for my own election. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പ്രചരണം തുടങ്ങിയ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ 35 വർഷങ്ങളായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. In these 35 years, I must have met millions of people in these campaigns, interacted with many crowds. ഈ 35 വർഷങ്ങളിൽ ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ജനക്കൂട്ടങ്ങളുമായി ഇടപഴകുകയും ലക്ഷക്കണക്കിന് ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. But I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me. Everyone who has waited for me on the side of the streets, outside their houses, brought me a flower, given me a hug, given me a kiss. I remember each one of you. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ പ്രചരണത്തിൽ ഇവിടെ കണ്ടുമുട്ടിയ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞിനെയും, ഓരോ അമ്മയും, ഓരോ മകനെയും, ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, വീടിന് പോലെ തന്നെ കാത്തുനിന്നവരെയും, എനിക്കുമായി പൂക്കൾ കൊണ്ട് കാത്തുനിന്നവരെയും, എന്നെ കെട്ടിപ്പിടിച്ചവരെയും, എന്നെ കുമ്മ തന്നവരെയും ഓരോ മുഖവും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And truly from my heart I thank each one of you for what you have given me. യഥാർത്ഥത്തിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എനിക്ക് എന്ത് നൽകിയോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And the value of what you have given me lies in your love and in your trust. നിങ്ങൾ എനിക്ക് എന്താണോ നൽകിയത് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്, ആ മൂല്യം നിലനിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. I am in parliament for you. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുക. Today is 4 months since the landslide in Churamala and Mundakai. ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് 4 മാസങ്ങളായി. It is 4 months since my brother and I came here and met the victims of the landslide. അവിടുത്തെ ദുരിതബാധിതരെ ഞാനും എന്റെ സഹോദരനും ഇവിടെ വന്ന് കണ്ടിട്ട് ഇന്ന് 4 മാസങ്ങളായി. I have spoken about it many times. അതിനെപ്പറ്റി ഞാൻ മുമ്പ് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. But today I want to say that it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight and went ahead with their lives no matter what had happened. ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും വയനാട്ടിലെ ആളുകൾ ഒരുമിച്ച് നിന്നത്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവർ എങ്ങനെയാണ് പരിശ്രമിച്ചത് എന്നത് എനിക്കൊരു വലിയ പ്രചോദനമാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. I made 2 little friends when I came here that day.
അന്ന് ഞാൻ വന്നപ്പോ ഒരു രണ്ട് ചെറിയ സുഹൃത്തുക്കളെ ഞാൻ അന്ന് കണ്ടു. One is a young girl called Lavanya who lost her whole family. മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെട്ട ലവാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഒരാൾ. And one is a young boy called Mohammad Hani who also lost his whole family and tried his best to save them. Only his grandmother was left as a survivor with him. മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു പയ്യനെ ഞാൻ കണ്ടു. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. ആ കുട്ടി എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശിയെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. And I want to share with you that while I was campaigning in the election, I was thinking I want to send something for Hani and for Lavanya. But of course in the election we are not allowed to. So I thought after the election I'll send something small. I sent Hani a message on WhatsApp and I asked him, do you like soccer? I thought maybe I'll send him some soccer shoes or something. ഞാൻ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ സമയത്ത് പ്രചാരണ സമയത്തൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഹാനിയേക്ക് അയച്ചു. ഫുട്ബോൾ ഇഷ്ടമാണോ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുട്ബോളിലുള്ള ഷൂകളോ എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. He said, no, I don't play much soccer. So I said, what do you do then? What are your hobbies? അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞില്ല ഞാൻ ഫുട്ബോൾ ഒന്നും കളിക്കാറില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിനോദങ്ങൾ, എന്താ ചെയ്യുന്നതൊക്കെ ഞാൻ ഹാനിയോട് ചോദിച്ചു. And he didn't reply. So after some hours, after I finished all my meetings and road shows for the day, when I picked up the phone, I saw that there was a reply from him and I looked at it and he had replied, my hobby is helping people. ആദ്യം ഞാൻ ഫുട്ബോൾ ഷൂസ് ഒക്കെ ഒന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി തന്നില്ല. കുറേ നേരം മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പ്രചരണം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ ആ മറുപടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കുന്നതാണ്. And I thought to myself, here is this child who has tried to save his mother for 6 hours from the floods and failed. Here is this child who has lost every single member of his family, and he is telling me that his hobby is helping other people who are suffering. ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഒരു കുട്ടി, ആ കുട്ടി 6 മണിക്കൂർ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുക്കാൻ പറ്റിയില്ല. കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കുട്ടി എന്നോട് പറയുകയാണ് എന്റെ ജീവിതത്തിലെ വിനോദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കലാണെന്ന്. Those words of Hani are a talisman for me. I have written them in my heart. ഹാനിയുടെ ആ വാക്കുകൾ എന്ന് പറയുന്നത് എന്റെ രക്ഷാ കവചമാണ്. ആ വാക്കുകൾ ഞാൻ എന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. Because this child of Wayanad, one of you, is showing me the way ahead. കാരണം വയനാട്ടിലെ ഈ കുട്ടി നിങ്ങളിൽ ഒരാൾ മുൻപോട്ട് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരികയാണ്.